ശിവരാത്രി ആഘോഷത്തിന്റെ നിറവിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ. ആലുവ മണപ്പുറത്ത് 116 ബലിത്തറകളടക്കം വിപുലമായ സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 2000 പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നു. മഹാശിവരാത്രി ആഘോഷങ്ങൾ ഏറ്റവും ഭക്തിസാന്ദ്രമായി ആലുവ മണപ്പുറത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് പിതൃപുണ്യം തേടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എല്ലാ വർഷത്തെയും പോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 1 ലക്ഷത്തിൽ പരം ആളുകളെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനായി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഏത് രീതിയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ശിവരാത്രി ആഘോഷം നടക്കുന്നൊരു ക്ഷേത്രമാണ് ആലുവ ശിവരാത്രി മണപ്പുറം ആഘോഷം. ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ 7 മണി മുതൽ ഇതിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞു. നാളെ രാത്രി 7 മണി വരെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ബലിതർപ്പണം നടത്താനായാലും പിന്നെ ക്ഷേത്ര ദർശനത്തിനായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായാലും കുടിവെള്ളമായാലും മറ്റെല്ലാ സംവിധാനങ്ങളും, ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും പുരോഹിതന്മാരെയും ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എത്ര മണിവരെ നമ്മൾ ഭക്തജനങ്ങളെയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു? നാളെ വൈകുന്നേരം വരെയും ഇവിടെ ഈ തിരക്കുണ്ടാവും. ഒരു ഉച്ചവരെ നല്ല തിരക്കായിരിക്കും നാളെ. അത് കഴിയുമ്പോൾ തിരക്ക് ക്രമേണ കുറയും. ഏറ്റവും വലിയ പീക്കായിട്ട് വരുന്നത് രാവിലെ 7 മണി വരെയാണ്. ഇന്ന് പുലർച്ചെ 4 മണി മുതൽ പിന്നെ പുലർച്ചെ 7 മണി വരെ, അതാണ് ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അതാണ് വൈകുന്നേരം വരെ വലിയ തിരക്ക്. നാളെ വൈകുന്നേരം വരെ വലിയ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ആ തിരക്ക് ക്രമീകരിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എല്ലാ വർഷത്തെയും പോലെ തന്നെ ആഘോഷ നിറവിലാണ് ക്ഷേത്രങ്ങളെല്ലാം.